ചൈനയുടെ ദീർഘകാല ലക്ഷ്യമാണ് ഗ്രേറ്റ് റെജുവിനേഷൻ ഓഫ് ദ ചൈനീസ് നേഷൻ, അതായത് ചൈനീസ് രാഷ്ട്രത്തിന്റെ മഹത്തായ പുനരുജ്ജീവനം. ഇത് 2049 പൂർത്തിയാക്കാനാണ് ചൈന ലക്ഷ്യമിടുന്നത്. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി ചൈന തങ്ങളുടെ പ്രധാന താൽപര്യങ്ങളെ വിപുലീകരിച്ചിരിക്കുകയാണ്. തായ്വാൻ, ദക്ഷിണ ചൈന കടൽ, സെങ്കാഗു ദ്വീപുകൾ എന്നിവയ്ക്കൊപ്പം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പെന്റഗൺ റിപ്പോർട്ട് ചെയ്യുന്നത്. ചൈനയുടെ ഈ താൽപര്യങ്ങളിൽ അവർ ചർച്ചകൾക്കോ വിട്ടുവീഴ്ചകൾക്കോ തയ്യാറാകില്ല. അരുണാചലിനെ ദക്ഷിണ ടിബറ്റ് എന്ന് വിളിക്കുന്ന ചൈന അത് തങ്ങളുടെ അവിഭാജ്യ ഘടകമായാണ് കണക്കാക്കുന്നത്. അത് ഇന്ത്യക്ക് ഒരു വലിയ ഭീഷണിയുമാണ്. തായ്വാൻ പോലെ തന്നെ ചൈന അരുണാചലിനെ സൈനികമായി കീഴടക്കാൻ ശ്രമിക്കുമോ എന്ന ആശങ്കയാണ് പെന്റഗൺ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയുടെ ഈ നിലപാട് പുതിയതല്ല. അരുണാചൽ പ്രദേശ് തങ്ങളുടേതാണെന്ന അവകാശവാദം എക്കാലവും ചൈന ഉന്നയിച്ചിട്ടുള്ളതാണ്. 1914 ബ്രിട്ടീഷുകാർ വരച്ച മക്മോഹൻ രേഖയും ചൈന അംഗീകരിച്ചിട്ടില്ല. എന്നാൽ പെന്റഗൺ റിപ്പോർട്ട് അരുണാചലിനെ ഔദ്യോഗികമായി ചൈനയുടെ കോർ ഇൻട്രസ്റ്റായി ഉയർത്തിക്കാട്ടുന്നതാണ് നിലവിൽ ആശങ്ക വർദ്ധിപ്പിക്കുന്നത്.